ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഇന്ന് ഫുൾ ബിഗ് ബോസ് ഹൗസിനകത്ത് 2 അടുക്കളയാണ് പ്രവർത്തിച്ചത് കേട്ടോ. ഒരടുക്കള റൺ ബൈ നമ്മുടെ പട്ടാ ഗേൾസ് ആയിട്ടുള്ള 3 പേര്, ആദില, നൂറ, അനുമോൾ, ഇവരാണ് ഒരടുക്കള റൺ ചെയ്തത്. രണ്ടാമത്തെ അടുക്കള നമ്മുടെ ക്യാപ്റ്റൻസ്, കുരുതി ടീം ക്യാപ്റ്റൻസ് ആണ് ഇന്നത്തെ രണ്ടാമത്തെ അടുക്കള റൺ ചെയ്തത്. അപ്പോൾ അവിടെ 2 സെറ്റ് പാത്രങ്ങൾ കിടപ്പുണ്ട്. ഈ കുരുതി ടീമുകൾ ഉണ്ടാക്കിയ പാത്രവും കിടപ്പുണ്ട്, അനുമോള് ഫുഡ് ഉണ്ടാക്കിയ ആ ഒരു പാത്രങ്ങളും കിടപ്പുണ്ട്, അനുമോൾ, ആദില, നൂറ അവരുടെ ടീം ഉണ്ടാക്കിയ പാത്രങ്ങളും കിടപ്പുണ്ട്. അപ്പോൾ വെസൽ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും ഷാനവാസും ആയിരുന്നു. ഷാനവാസ് പുറത്തായി, അനുമോള് മാത്രമാണ് ശേഷിക്കുന്നത് ഈ ഒരു വെസൽ ടീമിൽ. അപ്പൊ അനുമോള് പാത്രം കഴുകണം എന്നാണ് ആര്യനും അക്ബറും ഒക്കെ പറയുന്നത്. പാത്രം കഴുകിയിട്ടില്ല, അവിടെ വെച്ചിരിക്കുകയാണ്. അനുമോള് കഴുകില്ല എന്നാണ് പറയുന്നത്. അവരുണ്ടാക്കിയ പാത്രങ്ങൾ കഴുകി വെച്ചു എന്ന് തോന്നുന്നു കേട്ടോ. അത് അനുമോൾ പറയുന്നുണ്ട്. അവരുണ്ടാക്കിയ പാത്രങ്ങൾ അനുമോൾ കഴുകി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കൊന്ന് കുരുതി ടീംസിന്റെ ആണ് കഴുകി വെക്കാൻ പറ്റില്ല എന്ന് അനുമോൾ പറയുന്നത്. ഈ ക്യാപ്റ്റൻസ് ആയിട്ടുള്ള 3 പേരുണ്ടല്ലോ, നെവിനും ആര്യനും അക്ബറും, അവരുടെ പാത്രങ്ങളാണ് അനുമോൾ കഴുകി വെക്കില്ല എന്ന് പറയുന്നത്. പിന്നെ അനീഷും സാബുമാനും ഫുഡ് കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കില്ല എന്ന് പറയുന്നുണ്ട്. അവരോട് തന്നെ കഴുകി വെക്കാൻ പറയൂ, ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇത് ബെഡ്റൂമിൽ ചെറിയ രീതിയിൽ ഒരു തർക്കവും സംവാദവും ഒക്കെ ആവുന്നുണ്ട്. അപ്പൊ അനീഷ് ഉറങ്ങി കിടക്കുകയായിരുന്നു. ഇവര് ഇങ്ങനെ റേസായി പോകുന്ന സമയത്ത് അനീഷ് എണീക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റുള്ള ആ ഒരു അസഹിഷ്ണുത കാണിക്കുന്നു. അപ്പോൾ ഇവരിത്തിരി വോളിയം ഒക്കെ കുറച്ച് വെച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവര്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ പറയാനല്ലാതെ ഒന്നും പറ്റില്ല, സ്ത്രീകളാണ്, നമുക്ക് കൈ പിടിച്ച് മറ്റേ അതിക്രമം കാണിക്കാനൊന്നും പറ്റില്ല എന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നാളത്തെ പ്രശ്നമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല നാളത്തെ പ്രശ്നം ഇതായിരിക്കാൻ. അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ പോലും സ്വസ്ഥത വരുന്നില്ലെന്നേ. ഒരു ദിവസം ഫുള്ള് ഈ വീട്ടിൽ സ്വസ്ഥത ഇല്ലായിരുന്നു, ഉറക്കത്തിലെങ്കിലും ഇച്ചിരി സ്വസ്ഥത എന്നുള്ള രീതിയിലാണ് അനീഷ് സംസാരിച്ചത്. ഇത് ലൈവിൽ കണ്ടോണ്ടിരുന്നപ്പോ എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ബിഗ് ബോസിന്റെ അടുത്ത് പരാതി പറയുകയാണ്, എനിക്ക് സ്വസ്ഥത തരൂ ബിഗ് ബോസ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇവര് എന്തിനാണ് ഈ രാത്രിയും ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കേട്ടപാടെയാണ് അനുമോളും പിന്നെ ആദിലനൂറയൊക്കെ പുറത്തേക്ക് പോകുന്നത്, എന്ന് വെച്ചാൽ ബെഡ്റൂമിന് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ നാളെ ഫുൾ കത്തി എരിയാനുള്ളൊരു പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. ഒരു പ്രോമോ ഒക്കെ പുറത്ത് വന്നിരുന്നു. ഫ്രിഡ്ജിന്മേൽ അടിയാണ്, ഫ്രിഡ്ജിന്മേൽ അടി. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.